മലയാളത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവതാരകൻ ആരാണ്? അതല്ലെങ്കിൽ റിപ്പോർട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന മുഖം ആരുടേതാണ്? ഒരുപക്ഷെ പല ആളുകൾക്കും ഓരോ ആളുകളുടെ മുഖമായിരിക്കും മനസ്സിലേക്ക് ഓടിയെത്തുക. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കും ആദ്യം ഓടിയെത്തുന്ന മുഖം ചിലപ്പോൾ ഈ മനുഷ്യൻ്റേത് മാത്രമാണ്. ഏതൊരു ന്യൂസും മനുഷ്യനിലേക്ക് എത്തുന്നത് ആ അവതാരകന്റെ കഴിവനുസരിച്ചാണ്. ഒരുപക്ഷെ അവന്റെ അവതരണ ശൈലിയിലൂടെ അത് മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കും. എത്ര സീരിയസ് ആയ ന്യൂസും ലാഘവത്തോടെ പറഞ്ഞാൽ ഒരുപക്ഷെ അത് കേൾക്കുന്ന മനുഷ്യനും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ന്യൂസ് ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും തന്നെ ഏഷ്യാനെറ്റ് ആണ്. ഒരുപക്ഷെ അതിനുശേഷം ശ്രീകണ്ഠൻ നായർ എന്ന അത്ഭുത പ്രതിഭ സ്വന്തമായ ഒരു ചാനൽ തുടങ്ങുകയും അത് ഒരുപക്ഷെ ഏഷ്യാനെറ്റിനോളം തന്നെ വളരുകയും ചെയ്യുന്നു. അതിനുണ്ടായ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ശ്രീകണ്ഠൻ നായരോടൊപ്പം അരുൺകുമാർ എന്ന ഈ മനുഷ്യനും കൂടി ചേർന്നു എന്നതാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് തന്റെ കഠിനാധ്വാനം കൊണ്ട് ആ ചാനലിനെ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചു. പക്ഷേ എന്തോ കാരണം കൊണ്ട് അരുൺകുമാർ ആ ചാനലിൽ നിന്ന് പിന്നോട്ട് പോവുകയും എന്നാൽ അരുൺകുമാർ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പിന്നിലുണ്ടായിരുന്ന റിപ്പോർട്ടർ TV എന്ന ചാനലിലേക്ക് തന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തു. ഒരുപക്ഷെ പിന്നീട് മാസങ്ങൾക്കകം തന്നെ സംഭവിച്ചത് അത്ഭുതമായിരുന്നു. റേറ്റിംഗിലും മറ്റു പല കാര്യങ്ങളിലും ഒരുപാട് പിന്നിലായിരുന്ന റിപ്പോർട്ടർ ചാനൽ അതിവേഗം മുമ്പിലോട്ട് കുതിച്ചു. പല ചാനലുകളും ഇതിന്റെ നെട്ടോട്ടത്തിൽ അടിയിൽപ്പെട്ട് ചതഞ്ഞരിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഇവർ 3-ാം സ്ഥാനം കൈക്കലാക്കി. മുമ്പിലുണ്ടായിരുന്നത് ഏഷ്യാനെറ്റും 24 മാത്രമാണ്. ഒരുപക്ഷെ ഇതേ രീതിയിലാണ് ഇവർ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ മാത്രം വേണ്ടിവരും എല്ലാ ചാനലിനെയും പിന്നിലാക്കി ഇവർക്ക് 1-ാം സ്ഥാനം എത്തിപ്പിടിക്കാൻ. അതിനൊക്കെയും കാരണം അരുൺകുമാർ എന്ന ഈ അത്ഭുത പ്രതിഭ തന്നെയാണ്. ഒരുപക്ഷെ ഈ മനുഷ്യനെ വിമർശിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് പേരുണ്ടായേക്കാം. പക്ഷേ വിമർശിക്കുന്നവർ പോലും ഇദ്ദേഹത്തിന്റെ ന്യൂസുകൾ കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ആരെയും പിടിച്ചിരുത്താൻ കഴിവുള്ള അവതരണം, സ്വന്തമായ ഒരു ഡിഗ്രി ഉണ്ടായിരുന്നിട്ട് പോലും അതിനെയൊക്കെ ഒഴിവാക്കി തന്റെ പേഷന്റെ പിറകെ ഓടിയ മനുഷ്യൻ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിമർശകരുള്ള മാധ്യമപ്രവർത്തകൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിമർശകനുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മുഖം നോക്കാതെ തന്നെയാണ് ഇദ്ദേഹം പലയിടത്തും റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളത്തിൽ സെർച്ച് ചെയ്യുന്ന റിപ്പോർട്ടറുടെ പേരും ഇദ്ദേഹത്തിൻ്റെത് തന്നെയാണ്. ചായക്കപ്പം കയ്യിൽ പിടിച്ചോ മുണ്ടെടുത്തോ എങ്ങനെ വേണമെങ്കിലും വാർത്തകൾ അവതരിപ്പിക്കാമെന്ന് തെളിയിച്ച മനുഷ്യൻ. വിമർശിച്ച് മാത്രം യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ഒരുപാട് പേരുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഈ മനുഷ്യനെ വിമർശിച്ച് മാത്രം കഞ്ഞി കുടിച്ചു പോകുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകൾ വരെ നടക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഫേമസ് ആയ അതല്ലെങ്കിൽ ശത്രുക്കളും അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവരും ഒരുപാടുള്ള കേരളത്തിന്റെ തന്നെ അഭിമാനമായ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് തന്നെ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ചാനൽ ഏതുമാവട്ടെ അവതരിപ്പിക്കുന്നത് അരുണാണെങ്കിൽ തീർച്ചയാണ് നോക്കാൻ ആളുകളുണ്ടാവും എന്ന രീതിയിലേക്ക് തന്നെ കേരളത്തിന്റെ ജനങ്ങൾ തന്നെ ചിന്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇല്ലെങ്കിൽ ഒരുപാട് പിന്നിലുണ്ടായിരുന്ന 2 ചാനലുകളിൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം ഇത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് ഈ മനുഷ്യൻ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യും.